എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളിൽ ഒരാളായ ഗോപികയുടെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. എൻ്റെ കൂടെ നന്ദന ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് ഞങ്ങൾ വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഇന്ന് കളിക്കാനുള്ളതാണ്. ഇപ്പോഴാണ് നോക്കുന്നത്. കല്യാണത്തിന് പോകുന്നതിന് തൊട്ട് മുൻപാണ് ഒന്ന് വീഡിയോ കണ്ട് നോക്കുന്നത്. എന്നാലും വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. സ്റ്റെപ്സ് ഒന്നും അങ്ങനെ ഓർത്തിരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും പേരിന് വേണ്ടി ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്തു. എന്നിട്ട് നേരെ ബാലരാമപുരം കൽപ്പടിയിലേക്ക് തിരിച്ചു. അവിടെയാണ് റിസപ്ഷൻ നടക്കുന്നത്. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മേഘ, അവൾക്ക് ട്വിൻസാണ്, പക്ഷേ ഒരാളെ കൊണ്ടേ വന്നോളൂ. മറ്റേ ആൾ അവിടെ കരഞ്ഞ് വിളിക്കുകയാണ്, ഇടി പെട്ടെന്ന് വാടി, നിന്നെ കണ്ടിട്ട് പോകാനാന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ വന്ന് എന്നെ കണ്ടിട്ടാണ് അവൾ വീട്ടിൽ പോയത്. ഇത് കല്യാണ പെണ്ണിൻ്റെ ചേച്ചി നന്ദന. നന്ദനയ്ക്കൊരു ബേബിയുണ്ട്, വൈദേഹിനെ കാണാൻ പോയ വ്ളോഗൊക്കെ ഞാൻ പണ്ടിട്ടിട്ടുണ്ട്. ഇത് കല്യാണ പെണ്ണ് ഗോപിക. ആൻഡ് ഒരു സൈഡിൽ എന്താണ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു, ഓർക്കസ്ട്ര. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. സന്തോഷം ആഘോഷകരമാക്കാം. ഞങ്ങള് ഡാൻസ് കളിക്കാൻ പോകുന്നു. പഠിച്ച് നൃത്തത്തിലെ അധ്യാപികയാണ്, നൃത്ത അധ്യാപിക. വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഡാൻസൊക്കെ നടന്നു. നോക്കിയും കണ്ടുമൊക്കെയാണ് കളിച്ചതെങ്കിലും നല്ല വൈബായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കല്യാണം, നന്ദനയുടെ കല്യാണം, മേഘയുടെ കല്യാണം, ഇതൊക്കെ അടുപ്പിച്ചായിരുന്നു. എസ്പെഷ്യലി മേഘയുടെ എൻ്റെയും ഒരു ദിവസം എന്തോ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് പരസ്പരം കല്യാണങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ നന്ദനയുടെ കല്യാണമൊക്കെ ആണെങ്കിലും ഈ കോവിഡ് ടൈം ആയിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മളെല്ലാവരും അതിൻ്റെ മെഹന്തിയല്ല ഹൽദി കല്യാണം ഇതൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഗോപികയുടെ കല്യാണത്തിനാണ് ഈ ഒരു ടീമിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ നടന്നത്. അപ്പോൾ ആ റെഡ് സാരി ഉടുത്ത് കളിക്കുന്നതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. ആക്ച്വലി നന്ദനയും ഗോപികയും ക്ലാസിക്കൽ ഡാൻസേഴ്സാണ്, നല്ല സൂപ്പർ ഡാൻസേഴ്സാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ കഴിക്കാനായിട്ട് പോയി. നല്ല ഫുഡായിരുന്നു, ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ. പിന്നെ ദോശ, പപ്പടം, വട, ചട്നി, അങ്ങനത്തെ ആ ഒരു മെനു ആണ് ഫോളോ ചെയ്തത്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ഗോപി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ നല്ല സ്വീറ്റ്സ്, ലഡു, ജിലേബി, കേസരി, പിന്നെ കട്ട് ഫ്രൂട്ട്സ് കുറേ ഉണ്ടായിരുന്നു. പൈനാപ്പിൾ, പപ്പായ, ദെൻ വാട്ടർമെലൺ, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേസരി മാത്രമേ കഴിച്ചുള്ളൂ. ഐസ്ക്രീം ഉണ്ടായിരുന്നേ, പിന്നെ മഴ ആയതുകൊണ്ട് ഞാൻ തൊട്ടില്ല. അങ്ങനെ വീട്ടിലേക്ക് തിരിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് എൻ്റെ മറ്റൊരു കൂട്ടുകാരി അനഘയുടെ കുട്ടീനെ കാണുന്നത്. ജീവ ജയകൃഷ്ണൻ എന്നാണ് ഈ ബേബിയുടെ പേര്. ജാനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഉമ്മ കൊടുക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. എന്തായാലും കല്യാണം മൊത്തം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ എല്ലാ അടിച്ചുപൊളിക്കലും കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി കിടന്നുറങ്ങാം.
അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.